ഈ സോളോ ട്രിപ്പിന് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവരൊക്കെ യാത്ര പോകുന്നത് ഈ ലോകം മുഴുവൻ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടിയാണ്? ഒരിക്കലും അല്ല. അവര് കണ്ടു തുടങ്ങുന്നത് അവരെ തന്നെയാണ്. ഒറ്റയ്ക്ക് യാത്ര പോകണം തീരുമാനിക്കുന്ന നിമിഷം എല്ലാവരുടെയും വിചാരം എന്താ അറിയും? ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഭയങ്കരമായ ധൈര്യമാണെന്നാണ്. ഒരിക്കലും അല്ല. ഭയങ്കരമായ ഭയം തന്നെയാണ് ആദ്യം മനസ്സിലേക്ക് വരിക. ഒന്ന് വഴിതെറ്റിയാൽ, ആരുമില്ലെങ്കിൽ, ക്യാൻ ഐ ഡു ഇറ്റ്? ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും മനസ്സിലേക്ക് അവർക്ക് വരും. പക്ഷേ ഒരു ട്രെയിൻ മിസ് ചെയ്യും, വഴി മിസ് ചെയ്യും, ഒരു റെസ്റ്റോറന്റിൽ കയറി ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കും, ഒരു സൂര്യോദയം ആരോടും ഒന്നും മിണ്ടാതെ ഒറ്റയ്ക്ക് നോക്കി കാണും. അങ്ങനെ ചെറിയ 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 വിജയങ്ങൾ മനസ്സിനെ മാറ്റി തുടങ്ങും. ഐ കനോട്ട് ഡു ഇറ്റ് എന്ന ആ ഒരു തോന്നലുണ്ടല്ലോ, അത് പിന്നീട് ഐ ക്യാൻ ഫിഗർ ഇറ്റ് ഔട്ട് എന്നൊരു വിശ്വാസത്തിലേക്ക്, എന്നൊരു സെൽഫ് കോൺഫിഡൻസിലേക്ക് എത്തിച്ചു കൊണ്ടുവരും. പിന്നീട് യാത്രകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും ലൊക്കേഷൻസ് അല്ല, സ്വന്തം മനസ്സായിരിക്കും. നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് ശരിയാണ്. ലോകത്ത് അപകടങ്ങൾ നിറയുണ്ട്, സത്യമാണ്. പക്ഷേ അതേ ലോകത്ത് തന്നെ നന്മയും ജീവിച്ചിരിക്കുന്നില്ല ഇപ്പോഴും. ഒറ്റയ്ക്ക് യാത്ര പോയ ഒരാൾ തിരികെ വരുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ ആരോ ആയിക്കോട്ടെ, ഒരു പുതിയ